ഈ കാണുന്ന ലിഥിയൻ ബാറ്ററി ഇതിലൊരു സെല്ല് 5 എച്ച് വീതമുള്ളതാണ്. അപ്പോൾ ഈ കാണുന്ന 6 സെല്ല് ഉപയോഗിച്ച് 12 വോൾട്ടിൻ്റെ ബാറ്ററി പായ്ക്കാണെങ്കിൽ 12 വോൾട്ട് 10 എച്ചിൻ്റെ ബാറ്ററി പായ്ക്കും പവർ ബാങ്ക് ആണ് ഉണ്ടാക്കുന്നെങ്കിൽ 30,000 mAh കപ്പാസിറ്റിയുള്ള പവർ ബാങ്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഈ കാണുന്ന ലിഥിയൻ ബാറ്ററി ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 18650 ആ ഒരു സീരീസിൽപ്പെട്ട ബാറ്ററി അല്ല. ഈ ഒരു പുതിയ ടൈപ്പ് ബാറ്ററിക്ക് പഴയ ബാറ്ററിനേക്കാളും വണ്ണവും നീളമൊക്കെ കൂടുതലുണ്ട്. അതുപോലെ ഈ ഒരു പുതിയ ടൈപ്പ് ബാറ്ററി ഉപയോഗിച്ച് ഞാനിവിടെ ഒരു സോളാർ പവർ ബാങ്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് 10,000 mAh. ഇതിലിപ്പം സാമ്പിളായിട്ട് ചെയ്ത് കാണിക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ചെറിയൊരു സോളാർ പാനലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു പവർ ബാങ്ക് നമുക്ക് സോളാർ പാനൽ വഴി ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ മൊബൈൽ ചാർജർ കണക്ട് ചെയ്ത് അങ്ങനെയും ഈ ഒരു പവർ ബാങ്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പവർ ബാങ്കിൻ്റെ മേക്കിംഗ് വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ നമ്മുടെ സെക്കൻഡ് യൂട്യൂബ് ചാനലാണ് ടെക് ഓട്ടോമോട്ടീവ് 2.0. ഈ ഒരു ചാനൽ നോക്കിയാൽ മതി. അതുപോലെ ഇങ്ങനെയുള്ള ലിഥിയൻ ബാറ്ററികളൊക്കെ മേടിക്കുന്ന സമയത്ത് എല്ലാവരും ഇതോടെ WH വാട്ട് ഹവർ മെൻഷൻ ചെയ്തേക്കുന്ന ബാറ്ററികൾ മാത്രമേ മേടിക്കാവുള്ളൂ. ഈ കാണുന്ന എല്ലാ വലിയ ബാറ്ററികളിലും വാട്ട് ഹവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന 18650 സീരീസിൽപ്പെട്ട ഈ ഒരു ചെറിയ ലിഥിയൻ ബാറ്ററി പിങ്ക് നിറത്തിൽ കാണുന്ന ഈ ഒരു ബാറ്ററിയിൽ ഇതിൻ്റെ MAH മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ, വാട്ട് ഹവർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം മിക്കവാറുള്ള ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററികളിലൊക്കെ എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ കാണുന്ന 5 എച്ചിൻ്റെ ഈ ഒരു ലിഥിയൻ ബാറ്ററി ഇത് ഞാനിവിടെ വാങ്ങിയത് തൊടുപുഴ കിഷോർ ഓഡിയോസിൽ നിന്നാണ്. ഒരു സെല്ലിന് 200 രൂപ വെച്ചാണ് ആയത്. ഇതാണ് ഈ ഒരു ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പർ. കൊറിയർ സർവീസും ഉണ്ട്. അതുപോലെ സോളാർ പവർ ബാങ്കിൻ്റെ മേക്കിംഗ് വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സെക്കൻഡ് ചാനൽ നോക്കിയാൽ മതി. ടെക് ഓട്ടോമോട്ടീവ് 2.0 ഈ ഒരു ചാനലുണ്ട്.